Hi students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വേരി ചെയ്യാം. അതിന്റെ സർഫസിൽ എത്രയായിരുന്നു? വാല്യൂ എന്താണ്? gm ഡിവൈഡഡ് ബൈ r സ്ക്വയർ. വാല്യൂ എത്രയായിരുന്നു? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 10 എന്ന് എടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യുന്നത്? ഫസ്റ്റ് അത് എഫക്റ്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ഹൈറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ച് ജിയുടെ വാല്യൂ വേരി ചെയ്യും. ഒന്നാമത് നമ്മൾ നോക്കുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഹൈറ്റിനനുസരിച്ച് ജിയുടെ വാല്യൂ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ വേരി ചെയ്യുന്നത് ഒന്നാമത് എന്താണ്? എഫക്റ്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കും? ഒരു എർത്ത് എടുത്തു. അതിൻ്റെ റേഡിയസ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എടുക്കുന്നത് എന്താണ്? അതിന് ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്, യൂണിഫോം സ്ഫിയർ ആയിട്ടാണ് നമ്മൾ പൊതുവെ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് റേഡിയസ് 6 ഉണ്ട്. അതിൽ നിന്ന് ഞാനൊരു എച്ച് ഹൈറ്റിലാണ് ഞാൻ എൻ്റെ ബോഡി വെച്ച്. എം മാസുള്ളൊരു ബോഡി എച്ച് ഹൈറ്റിൽ വെച്ചു. എം മാസുള്ളൊരു ബോഡി എച്ച് ഹൈറ്റിലാണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയണം അതിൽ ഫോഴ്സ് എത്രയായിരിക്കും? F is equal to m into g ഡ്യൂ ടു ഹൈറ്റ് ആയതുകൊണ്ട് ഞാൻ എന്തെടുത്തു? ജി എച്ച് ഹൈറ്റിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ സർഫസിലല്ല എച്ച് ഹൈറ്റ്. അപ്പോൾ എന്തായിരിക്കും? വേരിയേഷൻ ഉണ്ടാവാം എന്ന് വെച്ചിട്ട് ഞാൻ ജി എച്ച് is equal to g into mass of the earth into mass of the body divided by ഡിസ്റ്റൻസ് എത്രയാ? r സ്ക്വയർ. r is equal to capital R plus h. capital R plus h the whole square. gm1 m2 divided by r square. Here the small r എന്ന് പറയുന്നതായിരിക്കും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും is r plus h. ഓക്കെ അല്ലേ? then small m കട്ട് ചെയ്തു. then ഇടും gh is equal to gm divided by r plus h the whole square. നമുക്കറിയാം gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്താ? സ്മോൾ ജി അല്ലേ? നമ്മൾ അതിൻ്റെ ടേംസിൽ എഴുതാം gm ഡിവൈഡഡ് ബൈ, അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്തു, ആർ സ്ക്വയർ പ്ലസ് 2rh പ്ലസ് എച്ച് സ്ക്വയർ. എന്നാൽ ആർ സ്ക്വയർ കോമൺ ആക്കി എടുത്തു. gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2h ഡിവൈഡഡ് ബൈ ആർ പ്ലസ് h സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതെന്താണ്? 1 പ്ലസ് 2h ഡിവൈഡഡ് ബൈ ആർ പ്ലസ് h ബൈ എച്ച് സ്ക്വയർ, h ബൈ ആർ ദ ഹോൾ സ്ക്വയർ. എങ്ങനെ എഴുതാം? 1 പ്ലസ് h ബൈ ആർ ദ ഹോൾ സ്ക്വയർ. നമുക്ക് എഴുതി നോക്കാം. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്താണ്? 1, ബി എന്താണ്? h ബൈ ആർ അല്ലേ? 1 പ്ലസ് h by r the whole square. 1 square plus 2h by r plus h by r the whole square അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? g ഡിവൈഡഡ് ബൈ 1 പ്ലസ് h by r the whole square. 1 പ്ലസ് h by r the whole square. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എന്താ ആൻസർ കിട്ടിയത്? എന്തായിരുന്നു വാല്യൂ കിട്ടിയത്? എന്തായിരുന്നു? ഡ്യൂ ടു ഹൈറ്റ് gh is equal to earthന്റെ സർഫസിൽ ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ഡിവൈഡഡ് ബൈ r the whole square. then means h increases. ഹൈറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ജിയുടെ വാല്യൂ കുറയും. ജിയുടെ വാല്യൂ ഹൈറ്റ് കൂടുമ്പോൾ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. ഇനി ജിയുടെ വാല്യൂ അത്ര സപ്പോസ് h എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണെന്ന് വിചാരിക്കാം. h is very much less than compared to radius of the earth ആണ് കേട്ടോ. എർത്തിൻ്റെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ h is very much less than compared to r ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരാൻ നോക്കി. അപ്പോൾ നമുക്കതിനൊന്ന് മാറ്റി എഴുതാം. എത്രയായിരിക്കാം? gh is equal to g into 1 plus h by r the whole square is equal to എങ്ങനെ എഴുതാം? g into 1 plus h by r whole raised to -2. ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കാം. then h by r എന്ന് പറയുന്നത് r വെരി മച്ച് ഗ്രേറ്റർ ദാൻ h ആണ് കേട്ടോ. അപ്പോൾ h by r എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ h by r the whole raised to -2 എന്ന് പറയുന്നത്
അപ്പോൾ അതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ഹയർ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. ജി ഇൻറ്റു 1⁻², 1 minus 2 into 1 into h by r, 2h divided by r. നമ്മൾ എന്ത് ചെയ്യാതെ a² + 2ab അല്ലേ, ഇവിടെ 1⁻², -2 1 minus 2 into 1 into h by r minus 2h divided by r. ഹയർ ടേംസ് നമ്മൾ എന്ത് ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു. അപ്പം നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. എന്താ വേറൊരു ഇക്വേഷൻ കിട്ടിയത്? ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 minus 2h divided by r. രണ്ട് ഇക്വേഷനാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ എന്താണ്, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ജി ഇൻറ്റു ആറിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. ജി r² മുകളിലോട്ട് എടുത്താം, r² ഡിവൈഡഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാം കേട്ടോ. ആറിനെ മൾട്ടിപ്ലൈ ചെയ്തു, r² മുകളിലോട്ട് കൊടുത്തു. ഞാൻ ഇങ്ങനെയാണ് ഇത്ര ചെയ്തതെന്ന് മൊത്തം. ഇതിൽ ഏത് ഇക്വേഷൻ ആയാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എച്ച് എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. കമ്പയർ ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത് കമ്പാരബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 1 + h by r ദ ഹോൾ സ്ക്വയർ. ഇനി എച്ച് വെരി മച്ച് ലെസ് ദാൻ ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആണെങ്കിൽ ജി ഡാഷ് ഇസ് അല്ലെങ്കിൽ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 minus 2h divided by r. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് സപ്പോസ് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും വേറെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. സപ്പോസ് പറയാണ് ജി നമ്മൾ പറഞ്ഞു ഹൈറ്റ് കൂടുമ്പോൾ ജിയുടെ വാല്യൂ കുറയും. ജി എച്ച് എന്ന് പറയുന്നത് ജി എർത്തിനെ ബൈ എൻ ആണ്. സർഫസിൽ ജിയുടെ ബൈ എൻ ടൈംസ് അത് കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച്. ജി എച്ച് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ. അപ്പോൾ n ടൈംസ് അത് കുറഞ്ഞു. ജി ബൈ എൻ ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഹൈറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ജി എച്ച് എന്താണ് നമ്മൾ പറഞ്ഞത്? ജി എച്ച് എന്താണ്? ജി ഡിവൈഡഡ് ബൈ 1 + h by r ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ എൻ. ജി കട്ട് ചെയ്ത് പോയി. എന്ത് കിട്ടും നമുക്ക് ഇതിൽ നിന്ന്? ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്യാം. n ഇസ് ഈക്വൽ ടു 1 + h by r ദ ഹോൾ സ്ക്വയർ is equal to 1 + 2h divided by r plus h² divided by r square. ഞാൻ ത്രൂ ഔട്ട് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? നമുക്ക് എച്ച് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ത്രൂ ഔട്ട് r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ n² is equal to ലെഫ്റ്റും റൈറ്റും r² plus 2rh plus h². എച്ച് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എച്ച് ആണ്. ദെൻ h² plus 2rh. n എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മൈനസ് n മൈനസ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ n മൈനസ് 1 ദ r². ഇനി അങ്ങോട്ട് എടുത്തു, എന്നിട്ട് മൈനസും കോമൺ ആക്കി എടുത്തു. അപ്പോൾ ഞാൻ എന്ത് എഴുതും? n മൈനസ് 1 ദ r ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു r². ഇനി നമുക്ക് എന്ന് എച്ച് കണ്ടുപിടിച്ചൂടെ? വിച്ച് ഇസ് ഈക്വൽ ടു 0. എ അറിയാം, ബി അറിയാം, സി അറിയാം. എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. ഒന്ന് ചെയ്ത് നോക്കിയേ മക്കളെ. എച്ച് എന്താണ്? മൈനസ് ബി മൈനസ് 2rh പ്ലസ് ഓ മൈനസ് √b² ഫോർ ബി എച്ച് ഇല്ല കേട്ടോ, 2r ഫോർ r² മൈനസ് 4a ഇൻറ്റു സി plus 4r² into n minus 1 divided by 2a. 2 കോമൺ ആണ്. നമുക്ക് കോമൺ ഇതൊക്കെ പുറത്തെടുക്കാം. 2 കോമൺ ആക്കി പുറത്തെടുത്തു. മൈനസ് r പ്ലസ് ഓ മൈനസ് √2 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞു വെച്ചാൽ 2 റൂട്ടിൽ നിന്ന് 4 എടുത്താലാണ് നമുക്ക് 2 കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും? r² പ്ലസ് r² ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 കട്ട് ചെയ്തു. എഗെയിൻ നിന്ന് നമുക്ക് 6 കോമൺ ആണ്. 6 പുറത്തെടുക്കാം. ദെൻ r ഇൻറ്റു -1 പ്ലസ് ഓ മൈനസ് √1 പ്ലസ് n മൈനസ് 1. ദെൻ എന്ത് കിട്ടും? r ഇൻറ്റു -1 പ്ലസ് ഓ മൈനസ് കട്ട് ചെയ്ത് പോയി √10 -1 മൈനസ് √10. അത് ഹൈറ്റിന് പോസിബിൾ ആണോ? ഹൈറ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് വാല്യൂ പോസിബിൾ അല്ല.
നമുക്ക് പ്ലസ് വാല്യൂ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? h is equal to r into root n minus 1. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഡെറിവേഷൻ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ജി ഡി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ജി എച്ച് ഡ്യൂ ടു ഹൈറ്റ് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ബൈ എൻ എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഹൈറ്റ്? ഹൈറ്റ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് എൻ മൈനസ് 1. നമ്മളടുത്ത് പറയാണ് ഇതെന്തൊക്കെ നോക്കി നമ്മളിപ്പോൾ ഹൈറ്റിനനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുക അല്ലേ? ഹൈറ്റിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും? ജി എം എം ഡിവൈഡഡ് ബൈ ആറിന് പകരം എന്തായിരിക്കും? ആർ പ്ലസ് എച്ച് കൊടുത്തു. എന്നാൽ അതിൽ നിന്ന് നമുക്ക് ആദ്യം എന്ത് കിട്ടി? 1 പ്ലസ് എച്ച് ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ദെൻ അതിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു കണ്ടീഷൻ കൊടുത്തു. എച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. സപ്പോസ് റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കുക? സ്മോൾ എച്ച് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ഇൻറ്റു റൂട്ട് എൻ മൈനസ് 1. വെറുതെ പറയുകയാണ് നിങ്ങളടുത്ത്. ജസ്റ്റ് സപ്പോസ് പറയുകയാണ് നിങ്ങളോട് പറഞ്ഞു. സപ്പോസ് ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റിൽ ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് സർഫസിൽ ബൈ 2 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എച്ച്? അപ്പോൾ ചെയ്ത് നോക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം റേഡിയസ് ഓഫ് എർത്ത് ഇൻറ്റു റൂട്ട് 2. എന്താണ്? റൂട്ട് 2 മൈനസ് 1. എളുപ്പമല്ലേ? ആർ എത്രയാണെന്ന് അറിയാം? 6400 കിലോമീറ്റർ. 6.4 × 10⁴ റൂട്ട് 2 1.414 മൈനസ് 1. ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ നോക്കി എന്ത് കാരണമാണ് വേരി ചെയ്യുന്നത്? ഓൾട്ടിറ്റ്യൂഡ് കാരണമാണ്. അപ്പോൾ എന്ത് സെക്കൻഡ് ഇത് കഴിഞ്ഞു. സോറി കേട്ടോ. ഓക്കെ, ആദ്യത്തെ കഴിഞ്ഞു നമ്മൾ എന്താണ്? ഫസ്റ്റ് എഫക്റ്റ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ആൻഡ് രണ്ടാമത്തെ കേസ് എഫക്റ്റ് ഓഫ് ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഇനി അതിന് മുകളിലോട്ടല്ല, അതിന് താഴത്തോട്ട് ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ജിയിൽ വ്യത്യാസം വരിക? അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകും തോറും എന്തായിരിക്കും മാറ്റം വരും? നോക്കാലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വീണ്ടും എന്തെടുക്കും? എർത്ത് കൺസിഡർ ചെയ്യും. എർത്ത് ഈസ് കൺസിഡർ ആസ് എ എന്താണ്? യൂണിഫോം സോളിഡ് സ്ഫിയർ. ശരിക്കും യൂണിഫോം സോളിഡ് സ്ഫിയർ ആണോ? എല്ലായിടത്തും ഡെൻസിറ്റി സെയിം ആണോ? അല്ല. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എർത്തിനെ ഒരു യൂണിഫോം സോളിഡ് സ്ഫിയർ ആയിട്ടാണ്. ഡെൻസിറ്റി റൊമാൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ റേഡിയസ് എത്ര ആയിരുന്നു? റേഡിയസ് ആയിരുന്നു. എനിക്ക് അറിയേണ്ടത് ജി അറ്റ് ഡെപ്ത് ഡി. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് ഡെപ്ത് ഡി ആണ്. ഇതാണ് നമ്മുടെ സെൻറ്റർ. ഡെപ്ത് ഡിയിൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു മാസ് എം കൊണ്ടുവയ്ക്കും അല്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ജി മാസ് ഓഫ് ദ എർത്ത്. ഫുൾ മാസ് ഓഫ് ദ എർത്ത് കണ്ടുപിടിക്കണോ? ഈ ഫുൾ എർത്തിൻ്റെ മാസം മൊത്തം ഈ ബോഡീനെ അട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? ആകെ എത്ര ഭാഗമേ ഉള്ളൂ? ഇത്രയും ഭാഗത്തെ മാസേ നമുക്ക് കൺസിഡർ ചെയ്യണ്ടുള്ളൂ. അപ്പോൾ ഫുൾ മാസം എടുക്കണ്ട. എത്ര മാസം എടുത്താൽ മതി? സ്മോൾ സ്ഫിയർ എം ഡാഷ്. ഇതിൻ്റെ ഞാൻ മാസിനെ നമ്മൾ എന്തെടുത്തു? എം ഡാഷ്. ടോട്ടൽ നമ്മളെ എർത്തിൽ റേഡിയസ് ഉണ്ടായിരുന്നു. ടോട്ടൽ മാസ് എം ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡി ഡെപ്തിലാണ് നമ്മളൊരു ബോഡി വെച്ചതെങ്കിൽ എർത്ത് ഫുള്ളായിട്ട് അതിനെ അട്രാക്ട് ചെയ്യണ്ടോ? ഇല്ല. അതിൻ്റെ ഉള്ളിലുള്ള ഇത്രയും ഭാഗമേ അതിനെ അട്രാക്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പം മാസം ഇത്രയും ഭാഗത്തിൻ്റെ മാസം എടുത്താൽ മതി. ഇത്രയും ഭാഗത്തിൻ്റെ മാസം എടുക്കണോ? വേണ്ട. ദെൻ ജി എം ഡാഷ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. മൈനസ് മൊത്തം റേഡിയസ് ആറാണ്. മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി. എം ഇൻറ്റു ജി ഡെപ്ത് ആയതുകൊണ്ട് ഞാൻ ജി ഡി എന്ന് കൊടുത്തു. ദെൻ സ്മോൾ എം കട്ട് ചെയ്തു. ദെൻ ജി ഡ്യൂ ടു ഡെപ്ത് ഇസ് ഈക്വൽ ടു ജി എം ഡാഷ് ഡിവൈഡഡ് ബൈ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ. ഇനി എം ഡാഷ് കണ്ടുപിടിക്കാം. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? എം ഡാഷ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോള്യം. ഡെൻസിറ്റി ഇൻറ്റു വോള്യം. ഡെൻസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൻസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എത്രയാ?
ഡെൻസിറ്റി മാസ് ബൈ വോളിയം. ടോട്ടൽ മാസ് m, വോളിയം എത്രയാണ് 4/3 പൈ ആർ ക്യൂബ്. നമ്മൾ യൂണിഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. വോളിയം എത്രയാണ് 4/3 പൈ ഇൻറ്റു r മൈനസ് d ദ ഹോൾ ക്യൂബ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. m ഡാഷ് ഇസ് ഈക്വൽ ടു 4/3 പൈ കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ന് കിട്ടും m ഇൻറ്റു r മൈനസ് d ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r ക്യൂബ്. r മൈനസ് d ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r ക്യൂബ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത് കിട്ടും നോക്കിയേ, ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഇൻറ്റു r മൈനസ് d ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r ക്യൂബ് ഡിവൈഡഡ് ബൈ എന്നുണ്ടാവും r മൈനസ് d ദ ഹോൾ സ്ക്വയർ ആണ്. ഹോൾ സ്ക്വയറും ഹോൾ ക്യൂബിൻ്റെ ക്യൂബും കൂടി കട്ട് ചെയ്തു. ബാക്കി ഒന്നേ ഉണ്ടാവുള്ളൂ അവിടെ. എന്തായിരിക്കും വാല്യൂ വരിക? എത്രയായിരിക്കും? ജി ഡി ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു r മൈനസ് ഡി ഡിവൈഡഡ് ബൈ r ക്യൂബ്. നമുക്ക് അറിയാവുന്ന എന്താണ്? ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ? അതിനൊന്ന് പുറത്തെടുക്കാം. ജി സ്മോൾ ജിയുടെ വാല്യൂ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. R by R 1. Then G due to depth is equal to small g. Gm by R square എന്താണ്? So small g into 1 minus d divided by അപ്പോൾ ഡെപ്ത് കാരണമുള്ളതായി എത്തായതോ g into 1 minus d by r. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? ഡെപ്ത് കൂടിയാലും എന്ത് സംഭവിക്കും? ജിയുടെ വാല്യൂ കുറയും. ഡെപ്ത് കൂടിയാലും ജിയുടെ വാല്യൂ കുറയും. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ഡെപ്ത് ഇൻക്രീസസ്, വാല്യൂ ഓഫ് ജി ഡിക്രീസസ്. ഡെപ്ത് ഇൻക്രീസ് ചെയ്താലും ജിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അത് സെൻറ്റർ, അതിൻ്റെ സെൻറ്ററിൽ എത്രയായിരിക്കും? ജി വെൻ ഡി ഇസ് ഈക്വൽ ടു ആർ ആണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? 0. അറ്റ് ദ സെൻറ്റർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? യൂണിഫോം സ്ഫിയർ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇത് ഇഷ്ടം പോലെ പ്രൊഫഷൻ ചെയ്തതാണ്. മാസ് ഓഫ് ദ സ്മോൾ ബോഡി. ഇപ്പോൾ ഒരു കുഞ്ഞു മാസ് എവിടെ വെച്ചു? ഉള്ളിൽ ഒരു ഡി ഡിസ്റ്റൻസിൽ ഡെപ്തിൽ വെച്ചപ്പോൾ അവിടെ ടോട്ടൽ മാസ് ഓഫ് ദ എർത്ത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ചെറിയ സ്ഫിയറിൻ്റെ മാസ് മാത്രം എടുത്താൽ മതി. ജസ്റ്റ് അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്തായിരിക്കും എം ഡാഷ്? എം ഇൻറ്റു ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ആൻസർ എത്ര കിട്ടി? G into 1 minus d divided by r. G due to depth is equal to small g into 1 minus d divided by r. Okay അല്ലേ? Then നമുക്ക് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഡി is equal to small g divided by n ആണെങ്കിൽ എന്തായിരിക്കും? g into 1 minus d divided by r. സപ്പോസ് എർത്തിൻ്റെ സർഫസിലെ ബൈ nth 1 by nth ആണ് ജി ഡെപ്ത് എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെപ്ത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? ജി കട്ട് ചെയ്ത് പോയി. ദെൻ 1 by n is equal to 1 minus d divided by r. Then d by r is equal to 1 minus 1 by n is equal to n minus 1 divided by n. Then d is equal to, from this depth d is equal to n minus 1 divided by n into root n minus 1 into r ആയിരുന്നു അവിടെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും? n minus 1 divided by n into r. വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. n minus 1 divided by n into r. 1 by nth ആണ് ആവുന്നതെങ്കിൽ n minus 1 divided by n into r. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈറ്റ് കൂടുമ്പോഴും വാല്യൂ ഡിക്രീസ് ചെയ്യും, ഡെപ്ത് കൂടുമ്പോഴും വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം. ജിയുടെ വാല്യൂ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ. സെൻറ്ററിൽ എത്രയാണുള്ളത് വാല്യൂ? 0. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് സർഫസിൽ എത്രയായിരിക്കും? മാക്സിമം സർഫസിലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാലോ വീണ്ടും അത് ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ?
ആദ്യം ഇൻക്രീസ് ചെയ്യും പിന്നെ ഡിക്രീസ്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ ഡെപ്ത് കൂടുമ്പോഴും ഹൈറ്റ് കൂടുമ്പോഴും ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡെപ്ത് കൂടുക എന്ന് പറയുമ്പോൾ ഇതാണ് സർഫസിലാണ് മാക്സിമം വരിക. അത് എർത്തിൻ്റെ സർഫസിലാണ് ജിയുടെ വാല്യൂ മാക്സിമ. ഡെപ്ത് കൂടിയാലും ഹൈറ്റ് കൂടിയാലും ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? അപ്പോൾ നമ്മൾ ജിയുടെ വാല്യൂ ഹൈറ്റിനനുസരിച്ച് വേരി ചെയ്യും, ഡെപ്തിനനുസരിച്ചും വേരി ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? ഹൈറ്റ് കൂടുമ്പോൾ ജിയുടെ വാല്യൂ കുറയും, ഡെപ്ത് കൂടുമ്പോഴും ജിയുടെ വാല്യൂ കുറയും. ദെൻ അടുത്ത വേരിയേഷൻ എന്ന് പറയുന്നത് ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ. നമുക്കറിയാം എർത്ത് റിവോൾവ് ചെയ്യുന്നത് മാത്രമല്ല, എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ആംഗുലാർ വെലോസിറ്റി 7.3 × 10⁻⁵ റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം എർത്ത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആണോ? അല്ല, അതൊരു നോൺ ഇനേർഷ്യൽ. ആക്സിലറേഷൻ 0 അല്ല, എർത്തിനൊരു ആക്സിലറേഷൻ ഉണ്ട്. അതുകൊണ്ട് എർത്ത് എന്താണ്? നോൺ ഇനേർഷ്യൽ. അതായത് എർത്തിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആകുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയായിരിക്കും വരികയെന്ന്. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ കാരണവും നമുക്ക് എന്ത് വരും? എർത്തിൻ്റെ റൊട്ടേഷൻ കാരണവും ജിയുടെ വാല്യൂ വേരി ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ എർത്തിനെ എന്താണ് എടുക്കുന്നത്? ഒരു സോളിഡ് സ്ഫിയർ ആയിട്ട് എടുക്കുക. എർത്തിനെ നമ്മളൊരു സോളിഡ് സ്ഫിയർ ആയിട്ട് തന്നെ എടുക്കുന്ന റേഡിയസ് ഇതാണ് അതിൻ്റെ സെൻറ്റർ എടുക്കുക. റേഡിയസ് നമുക്കറിയാം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ എടുത്തത് ഇവിടെ കുറച്ച് മുകളിൽ ഒരു ആംഗിൾ ലാംഡ എടുത്തു. ഇവിടെയാണ് നമ്മളൊരു മാസ് ഇരിക്കുന്നത് എം. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സർക്കുലർ പാത്തിൽ കൂടെ പോകും അല്ലേ? എങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ കൂടെ പോവാം? ഇങ്ങനെ. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം അതൊരു സർക്കുലർ പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യും. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അതിൻ്റെ ആ ഒരു ബോഡി ഇങ്ങനെ കറങ്ങുമ്പോൾ അത് മാത്രമായിട്ട് ഒരു സർക്കുലർ പാത്തിൽ പോവും. അത് എത്രയാണ്? സ്മോൾ ആറാണ് റേഡിയസ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ലാംഡ ആണെന്ന് അറിയാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്മോൾ ആർ ഇസ് ഈക്വൽ എന്ന് കിട്ടും ക്യാപിറ്റൽ ആർ കോസ് ലാംഡ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും FG, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും FG. ഇതേപോലെ തന്നെ ഇത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് നേരെ പുറത്തോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ നമ്മളെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആണ് നെറ്റ് ഫോഴ്സ് വരിക. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ആണ്. നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ, എല്ലാം കൂടിയും ഡൗട്ട് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യും. രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിരിക്കും നമുക്ക് എഫ് വരും. ദെൻ നമുക്ക് എഫ് നെറ്റ് എന്ന് എഴുതാം. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാനിക്കും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും കൂടി സമ്മാനിക്കും. ദെൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താ? FC is equal to FC എന്തായിരിക്കും? m⍵² × r. ഇവിടെ സ്മോൾ ആർ എത്രയാണ്? R is equal to capital R cos lambda. Then m × ω² cos lambda. Then FG എന്താ? FG is equal to Gmm divided by r². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്ത് കിട്ടും നോക്കിയേ. നമുക്ക് പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ? F is equal to root of FC അല്ലെങ്കിൽ FG² plus FC² plus 2FC FG cos ആംഗിൾ എത്രയാണ്? തീറ്റ, കോസ് തീറ്റ. നമുക്ക് തീറ്റ എത്രയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഇവിടെ ഇതാണ് ആംഗിൾ തീറ്റ. ആംഗിൾ തീറ്റയാണിത്. ഈ തീറ്റ എത്രയായിരിക്കും? ഇത് ലാംഡ ആണെങ്കിൽ എന്തായിരിക്കും?
180 മൈനസ് ലാംഡ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇട്ട് നോക്കിയേ, തീറ്റ ഇസ് ഈക്വൽ ടു 180 മൈനസ് ലാംഡ. ഹിയർ തീറ്റ ഈക്വൽ ടു 180 മൈനസ് ലാംഡ. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാറ്റിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടും? റൂട്ട് ഓഫ് GMM divided by R square the whole square plus FC square M omega square cos lambda the whole square plus 2GMM divided by R square into M omega square cos square lambda into cos 180 minus lambda. What is the cos 180 minus lambda? Cos of 180 minus theta minus cos theta. അപ്പോൾ നമുക്ക് അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും ആൻസർ? F is equal. കുറച്ച് ലെങ്തി ആണ് കേട്ടോ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നു എന്ന് മാത്രം. എന്തായിരിക്കും? GMM divided by R square the whole square plus M omega square cos square R ഇല്ലേ അല്ലേ, M omega square R cos lambda അല്ലേ. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R square ഉണ്ട്, M omega square R cos lambda the whole square plus മൈനസ് വരും. cos of 180 മൈനസ് ലാംഡ മൈനസ് ആണ്, അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ തന്നെ മൈനസ് കൊടുക്കുകയാണ് കേട്ടോ. മൈനസ് 2GMM divided by R square into M omega square R cos lambda. cos ഇവിടെ ഉണ്ട്, cos ഉണ്ട്, അപ്പോൾ cos square lambda. M omega square R cos square lambda whole raised to 1/2. അതിൽ നിന്ന് GMM divided by R square കോമൺ ആക്കി പുറത്തു കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? GMM divided by R square പുറത്തെടുത്തു. റൂട്ട് ഓഫ് വാല്യൂ എന്തായിരിക്കും? 1 പ്ലസ് എന്നാൽ M omega square, ഇതിൽ GMM ഒന്നുമില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? M omega square ഒരു M ഉണ്ട് അല്ലേ, M omega square R cube cos lambda divided by GM ഉള്ളൂ, ഒരു M ഉണ്ട്, GM by R square whole square minus 2GMM by R square കോമൺ ആക്കി എടുത്തു. അപ്പോൾ എന്താ കിട്ടും? 2 into omega square R cube cos square lambda divided by R square ഓൾറെഡി പുറത്തെടുത്തു. ബാക്കി എന്താ കിട്ടും? GM. ഇത്രയും ബാക്കി മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ മാസ് ഓഫ് ദ എർത്ത് വളരെ കൂടുതലാണ് അല്ലേ, അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് വെരി സ്മോൾ കമ്പയർഡ് ടു ദ 1. 1-നേക്കാൾ വളരെ കുറവായിരിക്കും. ഈ വാല്യൂവിൻ്റെ സ്ക്വയർ കൂടി ചെയ്യണം. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? GMM divided by R square into root of 1 minus 2 omega square R cube cos square lambda divided by GM. അതിന് ഞാനൊരു ബൈനോമിയൽ എക്സ്പെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? M into G റൊട്ടേഷൻ ആയതുകൊണ്ട് G റൊട്ടേഷൻ എന്ന് കൊടുത്തു. ദെൻ G റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു GM by R square എന്താണ്? സ്മോൾ g ആണ്. 1 മൈനസ് 2 omega square R cube cos square lambda divided by GM. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. whole raised to 1/2. Then G into 1 minus 1/2 into 2 omega square R square cos square lambda divided by GM. Then 2 കട്ട് ചെയ്ത് പോയി. വീണ്ടും നമുക്കതിനെ എഴുതി വയ്ക്കാം. ഇങ്ങനെയാണ് ഒന്നാമത്തെ ഫോം എഴുതുക. what is the G value? G due to rotation is equal to G into 1 minus omega square R square cos square lambda divided by GM. അതല്ല എങ്കിൽ ജിക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. GM divided by R square minus GM divided by R square R cube ആണ് കേട്ടോ. വീണ്ടും അവിടെ R cube ഉണ്ട്,
gm divided by r square into omega square r cube cos square lambda divided by gm cut ചെയ്തു r square cut ചെയ്തു ബാക്കി എന്ത് വരും g due to rotation equal to g minus omega square r cos square lambda omega square into r cos square lambda g due to rotation is equal to g minus omega square r cos square lambda omega square r cos square lambda ജസ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക ഡെറിവേഷൻ മറന്നാലും കുഴപ്പമില്ല ഇക്വേഷൻ ഓർത്തിരിക്കണം കേട്ടോ ഇപ്പം എന്താ കിട്ടിയത് റൊട്ടേഷൻ കാരണം അതിലെന്താണ് ഇറ്റ്സ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആവും ദെൻ ഡ്യൂ ടു റൊട്ടേഷൻ ജി ആർ ഇസ് ഈക്വൽ ടു ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ കോസ് സ്ക്വയർ ലാംഡ ദെൻ ജി ഡ്യൂ ടു പോളിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ലാംഡ എത്രയായിരിക്കും 90 ഡിഗ്രി പോളിലാണെങ്കിൽ ലാംഡ 90 ഡിഗ്രി ആയിരിക്കും ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ കോസ് സ്ക്വയർ 90 എത്ര കിട്ടും 0 ആയിരിക്കും ജി പോൾ ഈക്വൽ ടു ജി തന്നെ ആയിരിക്കും ഇക്വേറ്ററിലാണെങ്കിലോ ജിയുടെ പോളിൽ വാല്യൂ എത്ര തന്നെയായിരിക്കും ജി തന്നെയായിരിക്കും ഇക്വേറ്ററിലാണെങ്കിലോ ലാംഡ ഈക്വൽ ടു 0 ദെൻ ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ കോസ് സ്ക്വയർ 0 എത്ര കോസ് 0 1 എത്ര കിട്ടും ജി മൈനസ് ഒമേഗ സ്ക്വയർ ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ കുറവും പോളിൽ കൂടുതലും ആയിരിക്കും എന്താണ് ഡ്യൂ ടു എറ്റ്സ് റൊട്ടേഷൻ കാരണം പോളിൽ എത്രയായിരിക്കും വേരിയേഷൻ ഉണ്ടാവില്ല ഇക്വേറ്ററിൽ എന്തായിരിക്കും മാക്സിമം വേരിയേഷൻ ആയിരിക്കും എത്രയാണ് ജി മൈനസ് ഒമേഗ സ്ക്വയർ ഡെറിവേഷൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും അതുകൊണ്ട് ജസ്റ്റ് കൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുകൂടി ഉണ്ടായിരിക്കും നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ് അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ടായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ടായിരിക്കും രണ്ടിൻ്റെയും വെക്റ്റർ സം ആയിരിക്കും എന്തായിരിക്കും ജി റൊട്ടേഷൻ കാരണം ജിയിലുള്ള വേരിയേഷൻ എന്തായിരിക്കും ജി ഇൻറ്റു അല്ലെങ്കിൽ ജി റൊട്ടേഷൻ ഈക്വൽ ടു ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ കോസ് സ്ക്വയർ ലാംഡ ഒമേഗ സ്ക്വയർ ആർ കോസ് സ്ക്വയർ ലാംഡ ഓക്കെ അല്ലേ ദെൻ ഒന്നും കൂടി നോക്കാനുണ്ട് എന്താണത് ഒരു രീതിയിലും കൂടി അതിന് വേരിയേഷൻ സംഭവിക്കാം ദ എഫക്റ്റ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് നമ്മൾ ഇതുവരെ ചെയ്ത എർത്തിനെ ഒരു യൂണിഫോം സോളിഡ് സ്ഫിയർ ആക്കിയിട്ട് ശരിക്കും സ്ഫെറിക്കൽ ആണോ എർത്തിൻ്റെ ഷേപ്പ് അല്ല എർത്തിൻ്റെ ഷേപ്പ് എന്താ ജിയോയിഡൽ ഷേപ്പ് അല്ലേ അപ്പം നമുക്ക് എന്താ പറയാം ജിയോയിഡൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്ന് മുകളിൽ ഒന്ന് പരന്നിട്ടായിരിക്കും ഇരിക്കേണ്ടത് അല്ലേ മുകളിലും താഴെയും ഒന്ന് പരന്നിട്ടായിരിക്കും പോളിലോട്ടുള്ള റേഡിയസ് RP എന്നും പിന്നെ ഇക്വേറ്റോറിയൽ റേഡിയസ് ഞാൻ RE എന്നും എടുത്തു റേഡിയസ് ഓഫ് ഇക്വേറ്ററിൻ്റെ റേഡിയസ് എന്തായിരിക്കും RE മസ്റ്റ് ഗ്രേറ്റർ ദാൻ RP നമുക്കറിയാം ജിയുടെ വാല്യൂ എന്താണ് gm divided by r square which is inversely proportional to r square അല്ലേ റേഡിയസ് കൂടിയ ജിയുടെ വാല്യൂ കുറയും അപ്പോൾ ജി അറ്റ് ഇക്വേറ്റർ ഈസ് ലെസ് ദാൻ ജി അറ്റ് പോൾ അപ്പോൾ പോളിൽ ജിയുടെ വാല്യൂ കുറവും ഇക്വേറ്റോറിയൽ ജിയുടെ വാല്യൂ കുറവും പോളിൽ ജിയുടെ വാല്യൂ കൂടുതലും ആയിരിക്കും കാരണം എന്താണ് റേഡിയസ് ഇക്വേറ്റോറിയൽ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി ഹൈറ്റ് കൂടുമ്പോൾ ജിയുടെ വാല്യൂ കുറയും എങ്ങനെയാണ് ജി ഡ്യൂ ടു ഹൈറ്റ് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എച്ച് ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതും അല്ലേ ദെൻ ഡെപ്ത് ആണെങ്കിൽ ജി ഡാഷ് അല്ലെങ്കിൽ ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ഇനിയോ റൊട്ടേഷൻ കാരണോ ജി റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ കോസ് സ്ക്വയർ ലാംഡ ദെൻ എർത്തിൻ്റെ ഷേപ്പ് കാരണം ജിയോയിഡലാണ് എർത്തിൻ്റെ ഷേപ്പ് അപ്പോൾ അതിൻ്റെ പോളിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും ഇക്വേറ്റോറിയലോട്ടുള്ള റേഡിയസ് കൂടുതലായിരിക്കും ഓക്കെ അല്ലേ അത് കാരണം ജിയുടെ വാല്യൂവിന് വേരിയേഷൻ വരാം ഓക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ the height at which the weight of the body became 1/16th its weight on the
സർഫേസ് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ സർഫേസിൻ്റെ 1/16 ആവണമെങ്കിൽ എത്ര ഹൈറ്റിലായിരിക്കണം ഇരിക്കുന്നത്? 1/16 ആവണമെങ്കിൽ. എന്താണ് ക്വസ്റ്റ്യൻ? 1/6. അപ്പോൾ എന്താണ്? GH is equal to G divided by 16. GH is equal to G by 16 ആവണമെങ്കിൽ എത്ര ഹൈറ്റിലായിരിക്കും? GH നമുക്ക് അറിയാം ഇക്വേഷൻ എന്താണ്? GHൻ്റെ ഇക്വേഷൻ എന്താണ്? G divided by 1 plus H by R the whole square is equal to G divided by 16. G കട്ട് ചെയ്ത് പോയി. then നമുക്ക് എന്ത് കിട്ടും? 1 plus H by R the whole square is equal to 16. then 1 plus H by R is equal to 4. then H by R is equal to 3. 3. then H is equal to 3R. H is equal to 3R. ഇതല്ലാണ്ട് നമ്മൾ ഒരു ഇക്വേഷൻ കൂടിയും പഠിച്ചു. ഇതാണ് ഒരു വഴി. അല്ലാതെ ഏതാ മെത്തേഡ് പഠിച്ച? എന്താ പഠിച്ചിട്ടുണ്ടായിരുന്ന? H is equal to √n - 1 into R. n എത്രയാണ് ഇവിടെ? 16 ആണ്. അപ്പോൾ √16 - 1 into R. √16 എത്രയാണ്? 4. 4 - 1 into R again 3R. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നുന്നത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താണ്? 1/16 ആണ്. n ടൈംസ് അത് ഡിക്രീസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? √n - 1 എന്ന് എഴുതാം. അതല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The acceleration due to gravity on the planet A is 9 times the acceleration due to gravity on planet B. A man jumped to a height of 2 meters on the surface of A. What is the height of jump by the same person on the planet B? അതായത് എന്താ ക്വസ്റ്റ്യൻ? The acceleration due to gravity on the planet A is planet A GA is equal to 9 times the acceleration due to gravity planet B, GB. Then a man jumped to a height of 2 meters on the surface of A. Aയുടെ സർഫസിൽ നിന്ന് 2 meter ഹൈറ്റ് വരെ ആൾക്ക് ജമ്പ് ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞു വെച്ചാൽ എന്തായിരിക്കും ആൾക്ക് ജമ്പ് ചെയ്യുമ്പോൾ? ½ mv² is equal to m into GA into HA. Then what is the height of jump by the same person on the planet B? അപ്പോൾ എന്തായിരിക്കും? ബിയിൽ എന്തായിരിക്കും? സെയിം വെലോസിറ്റി തന്നെ, സെയിം മാൻ തന്നെ, m into GB into HB. ചുമ്മാ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ബി കിട്ടും അല്ലേ? എന്തായിരിക്കും? MGAHA is equal to MGBHB. m കട്ട് ചെയ്ത് പോയി. then എന്ത് കിട്ടും? HB is equal to GA divided by GB into HA. GA by GB എത്രയാണ്? GA by GB is equal to 9 into HA is equal to 2 is equal to 18 meter. എത്ര കിട്ടിയതാ? 18 meter. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? രണ്ടും ഒരേ ആൾ തന്നെയാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 18 meter. And അടുത്ത ക്വസ്റ്റ്യൻ. The acceleration due to gravity at a height 1 kilometer above the earth is the same as the depth d below the surface of the earth. Then d is equal to എന്തായിരിക്കും? ഒരു h ഹൈറ്റിൽ അതേപോലെ d ഡെപ്തിലും സെയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ എച്ചിൻ്റെ ലെങ്ത് എത്രയാണ്? h is 1 kilometer. 1 kilometer എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ് എത്രയാണ് മക്കളെ? 6400 kilometer. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് ചെറുതാണ് അല്ലേ? അപ്പോൾ GHൻ്റെ ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഏതാ എടുക്കുക? GHൻ്റെ G divided by 1 plus H by R the whole square എടുക്കണോ? വേണ്ട. എന്തെടുത്താൽ മതി? G into 1 minus 2H divided by R എന്നെടുത്താൽ മതി. 1 minus 2H divided by R is equal to എന്താണ് വേണ്ടത്? G ഡെപ്ത് ആണെന്ന്. Then G into 1 minus 2H by R is equal to G into depth കാരണം 1 minus D divided by R. G കട്ട് ചെയ്ത് പോയി. എന്താ കിട്ടും? 2H divided by R is equal to D by R.
ദെൻ ഡി ഇസ് ഈക്വൽ ടു എത്ര കിട്ടണം 2h. അപ്പോൾ എത്ര കിട്ടണം ഡി എത്രയായിരിക്കണം 2 ടൈംസ് ദ ഹൈറ്റ് ആയിരിക്കണം. അപ്പോൾ 2 കിലോമീറ്റർ ഡെപ്തിലായിരിക്കണം നിങ്ങൾക്ക് എന്ത് കിട്ടേണ്ടത് സെയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഹൈറ്റ് 1 കിലോമീറ്റർ ഉള്ളത് 2 കിലോമീറ്റർ ഡെപ്തിലും എന്ത് തന്നെയായിരിക്കും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ടോപ്പിക് എസ്കേപ്പ് വെലോസിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ എസ്കേപ്പ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ എർത്തിൻ്റെ പറയുകയാണെങ്കിൽ എർത്തിന് എന്ത് ബോഡി മുകളിലോട്ട് ഇട്ടാലും എന്ത് ചെയ്യും പെട്ടെന്ന് താഴെ തിരിച്ചു വരും. അങ്ങനെ നമ്മളൊരു ബോഡി ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിലോട്ട് തിരിച്ചു വരുന്നില്ല, അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയി. അങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മിനിമം വെലോസിറ്റിയെ നമ്മൾ എന്ത് പറയും? അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു എസ്കേപ്പ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അട്രാക്ഷൻ, എർത്തിൻ്റെ അട്രാക്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡിയുടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ട മിനിമം വെലോസിറ്റി ഇസ് ദ മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എ സെലസ്റ്റിയൽ ബോഡി. പ്ലാനറ്റ്സ് ആവാം, നമ്മൾ എർത്തിൽ നിന്ന് തന്നെ ആവാം, ഇതിൽ നിന്നായിരിക്കും അത് എസ്കേപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ വേണ്ട മിനിമം എനർജി എത്രയാണ്. അപ്പോൾ സർഫസിലിരിക്കുമ്പോൾ അതിന് എന്താണ്ടായിരിക്കും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. എത്രയായിട്ട് പൊട്ടൻഷ്യൽ എനർജി സർഫസിലിരിക്കുമ്പോൾ? ഇപ്പോൾ സപ്പോസ് നമ്മൾ എർത്താണ് എടുത്ത്, എർത്തിൻ്റെ സർഫസിലിരിക്കുമ്പോൾ എത്രയാണ് മക്കളെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുക? സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? -gm small m gmm ഡിവൈഡഡ് ബൈ gm/r എന്നുള്ളത് പൊട്ടൻഷ്യലാണ്, gmm ഡിവൈഡഡ് ബൈ r ഇസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ അത് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ എന്താ കണ്ടീഷൻ? അതിൻ്റെ ടോട്ടൽ എനർജി എത്രയായിരിക്കണം? 0. നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്ത് കളയണമെങ്കിൽ അതിന് ടോട്ടൽ എനർജി എത്രയായിരിക്കണം? എനർജി 0 ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അത് എസ്കേപ്പ് ചെയ്തു. എനർജി 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ആ ഇലക്ട്രോൺ അവിടെ നിന്ന് എസ്കേപ്പ്, അത് അയണൈസ് ചെയ്തു, ആറ്റം അയണൈസ് ചെയ്തു എന്നതുപോലെ തന്നെ നമ്മളെ പ്ലാനറ്റ്സ് എന്നായാലും ദ മിനിമം വെലോസിറ്റി റിക്വയർഡ് ഫോർ എ പാർട്ടിക്കിൾ ടു എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എ സെലസ്റ്റിയൽ ബോഡി സച്ച് ആസ് പ്ലാനറ്റ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എത്രയായിരിക്കണം? 0 ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ദെൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എർത്തിൻ്റെ സർഫസിലാണ് കേട്ടോ, പൊട്ടൻഷ്യൽ എനർജി പറയുന്നത് സർഫസ് ആണ്. ദെൻ കൈനറ്റിക് എനർജി ഹാഫ് എം മിനിമം ആണ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഞാൻ VE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് സഫിക്സ് ഇ കൊടുത്തു, ഹാഫ് m ഇൻറ്റു VE സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? -gmm ഡിവൈഡഡ് ബൈ ആ ഹൈറ്റ് എന്നാണ് പോകുന്നത് gmm/r. ദെൻ m കട്ട് ചെയ്ത് പോയി. ദെൻ VE ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഓഫ് മൈനസ് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. gm ഡിവൈഡഡ് ബൈ 2√2gm ഡിവൈഡഡ് ബൈ എത്ര കിട്ടി? എന്തുകൊണ്ടാണ് മൈനസ് വരിക? കാരണം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണ്, അതിൻ്റെ കൂടെ വീണ്ടും ഒരു നെഗറ്റീവ് വരും. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് വരും കേട്ടോ. റൂട്ട് ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? √2gm ഡിവൈഡഡ് ബൈ √2gm ഡിവൈഡഡ് ബൈ സപ്പോസ് എർത്തിൻ്റെ സർഫസ് എന്നാണ്, ക്യാപിറ്റൽ R എന്ന് കൊടുത്തു. എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ R എന്ന് കൊടുക്കാം. ദെൻ എസ്കേപ്പ് വെലോസിറ്റി √2gm ഡിവൈഡഡ് ബൈ r. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11.2 km/s. എത്രയാണ്? 11.2 km/s. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? √2gm ഡിവൈഡഡ് ബൈ r ആണ് കേട്ടോ. ദെൻ നമുക്കിതിനെ വീണ്ടും വേറൊരു രീതിയിൽ എഴുതാം. എസ്കേപ്പ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു √2gm ഡിവൈഡഡ് ബൈ r. ഞാനൊരു r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. എന്താ കിട്ടും? gm/r². എന്താ gm/r²? സ്മോൾ g. എത്ര കിട്ടും അപ്പോൾ? √2 ഇൻറ്റു gm ഡിവൈഡഡ് ബൈ r² ഇൻറ്റു r. Then escape velocity is equal to √2gr. Escape velocity √2gr. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്തൊക്കെ കിട്ടി നമുക്ക്? √2gm/r അല്ലെങ്കിൽ
റൂട്ട് ഓഫ് 2 സ്മോൾ ജി ഇൻറ്റു ആർ. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാറ്റലൈറ്റ്സുകൾ റിവോൾവ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ റേഡിയസ്, ഓർബിറ്റർ, വെലോസിറ്റി എന്നതിനെക്കുറിച്ചും പിന്നെ കെപ്ലേഴ്സ് ലോയും നോക്കാം. താങ്ക് യു.